നമസ്കാരം. നഴ്സസ് മോട്ടീവ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് വെർട്ടിബ്രൽ കോളത്തിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന നെക്ക് ആൻഡ് ബാക്ക് മസിൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. മസിൽസ് ഓഫ് ദി നെക്ക് ആൻഡ് ബാക്ക് ദാറ്റ് മൂവ് ദ വെർട്ടിബ്രൽ കോളം. ഇന്ന് പഠിക്കാൻ പോകുന്ന മസിൽസിന് മൾട്ടിപ്പിൾ ഒറിജിൻസ് ആൻഡ് ഇൻസേർഷൻസ് ഉള്ളതുകൊണ്ട് കുറച്ചൊരു കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ മസിൽസിനെ ഗ്രൂപ്പ് ചെയ്ത് പഠിക്കാം. ഈ മസിൽസിൻ്റെ ജനറൽ ഡയറക്ഷനും അപ്രോക്സിമേറ്റ് ലെങ്ത് അനുസരിച്ചിട്ട് ഗ്രൂപ്പ് ചെയ്യുവാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഫസ്റ്റ് വൺ സ്പ്ലീനിയസ് മസിൽസ്. ഈ സ്പ്ലീനിയസ് മസിൽസ് അറൈസ് ഫ്രം ദി മിഡ് ലൈൻ ആൻഡ് എക്സ്റ്റെൻഡ് ലാറ്ററലി ആൻഡ് സുപ്പീരിയർലി ടു ദെയർ ഇൻസേർഷൻസ്. ഇത് ഞാൻ പിക്ചർ കാണിച്ചിട്ട് പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസിയാവും. മിഡ് ലൈൻ നിന്നാണ് അറൈസ് ചെയ്യുന്നത്, എന്നിട്ട് ഇത് ലാറ്ററലി ആൻഡ് സുപ്പീരിയർലി അത് ഇൻസേർട്ട് ചെയ്യും. പിന്നെ രണ്ടാമത്തത് ഇറക്ടർ സ്പൈനെ മസിൽസ്. അതിനു മുന്നേ ഒന്നാമത്തേൻ്റെ അണ്ടറിൽ രണ്ടെണ്ണം വരുന്നുണ്ട്, സ്പ്ലീനിയസ് ക്യാപിറ്റിസും സ്പ്ലീനിയസ് സെർവൈസിസും. പിന്നെ രണ്ടാമത്തത് ഇറക്ടർ സ്പൈനെ. ഈ ഇറക്ടർ സ്പൈനെ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മിഡ് ലൈനിന്ന് അല്ലെങ്കിൽ കൂടുതലും ലാറ്ററൽ ഭാഗത്തു നിന്നാണ് അറൈസ് ചെയ്യുന്നത്. പക്ഷേ ഇത് കൂടുതലും ലോഞ്ചിറ്റ്യൂഡിനൽ ആയിട്ട് മാത്രമേ ഇതിൽ റൺ ചെയ്യുള്ളൂ. അതായത് ചരിയൂല, നേരെ തന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ ടു ദ മിഡ് ലൈന്. അതായത് ലാറ്ററൽ ഭാഗത്തേക്കും ചരിയൂല, മീഡിയൽ ഭാഗത്തേക്കും ചരിയൂല. ഇത് നേരെ തന്നെ കുത്തനെ പോവുക ചെയ്യാം, ഇറക്റ്റായിട്ട്. അതുകൊണ്ടാണ് ഇതിന് ഇറക്ടർ സ്പൈനെ എന്ന് പറയുന്നത്. ഇതിൻ്റെ അണ്ടറിൽ 3 ഗ്രൂപ്പ് ഉണ്ട്. 3 ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് കേട്ടോ. ഇലിയോ കോസ്റ്റാലിസ് ഗ്രൂപ്പ്, ലോങ്കിസ്മസ് ഗ്രൂപ്പ് ആൻഡ് സ്പൈനാലിസ് ഗ്രൂപ്പ് ഓഫ് മസിൽസ്. അപ്പോൾ ഒന്നാമത്തത് സ്പ്ലീനിയസ്, രണ്ടാമത്തത് ഇറക്ടർ സ്പൈനെ പഠിച്ചു. ഇനി മൂന്നാമത്തത് ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് മസിൽസ്. അതിൻ്റെ അണ്ടറിൽ 5 എണ്ണം വരുന്നുണ്ട്. സെമി സ്പൈനാലിസ്, ക്യാപിറ്റിസും സെർവൈസിസും തൊറാസിസും പിന്നെ മൾട്ടിഫിഡസ് ആൻഡ് റൊട്ടേറ്റോർസ്. ഈ ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് ലാറ്ററലി ആണ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മിഡ് ലൈനിൽ സുപ്പീരിയറിൽ ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോവും. അതായത് സൈഡ് ഭാഗത്തുനിന്ന് നടുവിലേക്ക്, ലാറ്ററൽ ഭാഗത്തുനിന്ന് മിഡ് ലൈനിലേക്ക് സുപ്പീരിയർ ഭാഗത്തേക്ക് ട്രാൻസ്വേഴ്സായിട്ട് പോവും. അതുകൊണ്ടാണ് ഇതിന് ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തത് സ്പ്ലീനിയസ്, രണ്ടാമത്തെ ഇറക്ടർ സ്പൈനെ, മൂന്നാമത്തെ ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ്. ഇതിൻ്റെ എല്ലാം ഡീപ്പായിട്ട് ഇനി 2 എണ്ണം വരുന്നുണ്ട്. അതാണ് സെഗ്മെൻ്റലും സ്കാലീൻസും. കുഞ്ഞു കുഞ്ഞു സെഗ്മെൻറ്റ് പോലെ കാണുന്നത് കൊണ്ടാണ് ഇതിന് സെഗ്മെൻ്റൽ എന്ന് പറയുന്നത്. ഈ സെഗ്മെൻ്റലിൻ്റെ അണ്ടറിൽ 2 എണ്ണം വരുന്നുണ്ട്, ഇൻ്റർ സ്പൈനാലിസും ഇൻ്റർ ട്രാൻസ്വേഴ്സാരിയും. ഇൻ്റർ സ്പൈനാലിസ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ ദ സ്പൈനസ് പ്രോസസ്സിൽ വരുന്ന സെഗ്മെൻറ്റ്സ്. ഇൻ്റർ ട്രാൻസ്വേഴ്സാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ്വീൻ ദ ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൽ വരുന്ന സെഗ്മെൻറ്റ്സ്. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ 5ാമത്തെ മസിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്കാലീൻസ് ആണ്. അതിൽ 3 എണ്ണം വരുന്നുണ്ട്, ആൻറ്റീരിയർ സ്കാലീൻ, മിഡിൽ സ്കാലീൻ ആൻഡ് പോസ്റ്റീരിയർ സ്കാലീൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മസിൽസ് ഓഫ് ദി നെക്ക് ആൻഡ് ബാക്ക് ദാറ്റ് മൂവ് ദ വെർട്ടിബ്രൽ കോളം, വെർട്ടിബ്രൽ കോളത്തിന് മൂവ് ചെയ്യാൻ സഹായിക്കുന്ന നെക്ക് ആൻഡ് ബാക്ക് മസിൽസ് ആണ് പഠിക്കുന്നത്. അത് 5 ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്നാമത്തത് സ്പ്ലീനിയസ്, അതിൻ്റെ അണ്ടറിൽ 2 എണ്ണം ഉണ്ട്, സ്പ്ലീനിയസ് ക്യാപിറ്റിസും സ്പ്ലീനിയസ് സെർവൈസിസും. പിന്നെ രണ്ടാമത്തത് ഇറക്ടർ സ്പൈനെ. അതിൻ്റെ അണ്ടറിൽ 3 ഗ്രൂപ്പ് ഉണ്ട്, ഇലിയോ കോസ്റ്റാലിസ് ഗ്രൂപ്പും ലോങ്കിസ്മസ് ഗ്രൂപ്പും സ്പൈനാലിസ് ഗ്രൂപ്പും. അതിൽ ഇലിയോ കോസ്റ്റാലിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 3 എണ്ണം ഉണ്ട്, ലോങ്കിസ്മസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 3 എണ്ണം ഉണ്ട്, അതുപോലെ സ്പൈനാലിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 3 എണ്ണം ഉണ്ട്. മൂന്നാമത്തത് ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് ഗ്രൂപ്പാണ്. അതിൻ്റെ അണ്ടറിൽ 5 എണ്ണം ഉണ്ട്. സെഗ്മെൻ്റൽ ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 2 എണ്ണം ഉണ്ട്. 5ാമത്തെ സ്കാലീൻ്റെ അണ്ടറിൽ 3 എണ്ണം ഉണ്ട്. ഇനി നമുക്ക് നോട്ട്സിലേക്ക് വരാം. ദ മസിൽസ് ദാറ്റ് മൂവ് ദ വെർട്ടിബ്രൽ കോളം ഓർ ബാക്ക് ബോൺ ആർ ക്വൈറ്റ് കോംപ്ലെക്സ് ബിക്കോസ് ദേ ഹാവ് മൾട്ടിപ്പിൾ ഒറിജിൻ ആൻഡ് ഇൻസേർഷൻ. മൾട്ടിപ്പിൾ ഒറിജിനും ഇൻസേർഷനും ഉള്ളത് കൊണ്ടും ആൻഡ് ദർ ഇസ് കൺസിഡറബിൾ ഓവർലാപ്പ് എമംഗ് ദം. അവർ തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു മസിൽ ഗ്രൂപ്പ് പെട്ടെന്ന് പഠിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് പഠിക്കാം. വൺ വേ ടു ഗ്രൂപ്പ് ദ മസിൽസ് ഓൺ ദ ബേസ് ഈസ് ഓൺ ദ ബേസിസ് ഓഫ് ജനറൽ ഡയറക്ഷൻ ഓഫ് ദ മസിൽ ബണ്ടിൽസ് ആൻഡ് ദിയർ അപ്രോക്സിമേറ്റ് ലെങ്ത്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സ്പ്ലീനിയസ് മസിൽസ് അറൈസ് ഫ്രം ദ മിഡ് ലൈൻ, നടുക്കുന്ന് അറൈസ് ചെയ്യും, എന്നിട്ട് ലാറ്ററലി ആൻഡ് സുപ്പീരിയർലി അത് ഇൻസേർട്ട് ചെയ്യും. അവിടെ റൈറ്റ് സൈഡിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. നടുക്കുന്ന് അറൈസ് ചെയ്യുന്നു, എന്നിട്ട് ലാറ്ററൽ സൈഡിലേക്ക് പോയിട്ട് മുകളിലേക്ക് സുപ്പീരിയർ ഭാഗത്തേക്കാണ് റൺ ചെയ്യുന്നത്. സുപ്പീരിയർ ഭാഗത്ത് പോയി അവിടുന്ന് ഇൻസേർട്ട് ചെയ്യും. ഓക്കെ, അറൈസിങ് ഫ്രം ദ മിഡ് ലൈനും ആൻഡ് എക്സ്റ്റെൻഡ് ലാറ്ററലി ആൻഡ് സുപ്പീരിയർലി ടു ദെയർ ഇൻസേർഷൻസ്. ഇപ്പം സ്പ്ലീനിയസ് മസിൽസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അവിടെ റൈറ്റ് സൈഡിൽ സ്പ്ലീനിയസ് ക്യാപിറ്റിസ് ആൻഡ് സ്പ്ലീനിയസ് സെർവൈസിസ് കാണിച്ചിട്ടുണ്ട്. ക്യാപിറ്റിസ് എന്ന് പറഞ്ഞ വേർഡ് മീനിങ് ഹെഡും സെർവൈസിസ് എന്ന് പറഞ്ഞ വേർഡ് മീനിങ് നെക്കുമാണ്. ആ തലേൻ്റെയും കഴുത്തിൻ്റെയും ഭാഗത്തുള്ള മസിൽസ് ആയതുകൊണ്ടാണ് ഇതിന് സ്പ്ലീനിയസ് ക്യാപിറ്റിസ് സ്പ്ലീനിയസ് സെർവൈസിസ് എന്നും പറയുന്നത്. സ്പ്ലീനിയസ് എന്ന് പറഞ്ഞാൽ ബാൻഡേജ് പോലെ.
ഇനി രണ്ടാമത്തത് ഇറക്ടർ സ്പൈനെ മസിൽ ഗ്രൂപ്പാണ്. 3 ഗ്രൂപ്പുണ്ട്. ഇലിയോ കോസ്റ്റാലിസ്, ലോങ്കിസ്മസ് ആൻഡ് സ്പൈനാലിസ് മസിൽസ് എന്ന് പറഞ്ഞു. ഇത് അറൈസ് ഐദർ ഫ്രം ദ മിഡ് ലൈൻ ഓർ മോർ ലാറ്ററലി ബട്ട് യൂഷ്വലി റൺസ് ഓൾമോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനലി. നേരത്തെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ മിഡ് ലൈൻ അല്ലെങ്കിൽ ലാറ്ററലി വരും. മീഡിയലി അല്ലെങ്കിൽ ലാറ്ററലി അറൈസ് ചെയ്യും. ബട്ട് യൂഷ്വലി റൺസ് ഓൾമോസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിനലി, അതായത് കുത്തനെ പോകും. അതുകൊണ്ടാണ് ഇതിന് ഇറക്ടർ എന്ന് പറഞ്ഞ പേര് വന്നത്. ഇറക്ടർ സ്പൈനെ കുത്തനെ ലോഞ്ചിറ്റ്യൂഡിനലായിട്ടാണ് പോവാം. വിത്ത് നൈദർ എ സിഗ്നിഫിക്കൻറ്റ് ലാറ്ററൽ നോർ മീഡിയൽ ഡയറക്ഷൻ ആസ് ഇറ്റ് ഈസ് ട്രേസ്ഡ് സുപ്പീരിയർലി, സുപ്പീരിയർ ഭാഗത്തോട്ടേക്ക്. ഓക്കെ, അടുത്ത ഗ്രൂപ്പ് ഏതാ? ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് ഗ്രൂപ്പ്. അതിൽ സെമി സ്പൈനാലിസ്, മൾട്ടിഫിഡസ് ആൻഡ് റൊട്ടേറ്റോർസ് ആണ് വരുന്നത്. സെമി സ്പൈനാലിസ് 3 ഉണ്ട്. അതിൻ്റെ ലൊക്കേഷൻ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പേര് കൊടുത്തത്. ഇറ്റ് എറൈസ് ലാറ്ററലിയാണ് എറൈസ് ചെയ്യുന്നത്. ബട്ട് എക്സ്റ്റെൻഡ് ടുവേർഡ്സ് ദ മിഡ് ലൈൻ ആസ് ദേ ആർ ട്രേസ്ഡ് സുപ്പീരിയർലി. അതായത് സൈഡിൽ നിന്ന് ലാറ്ററൽ ഭാഗത്തു നിന്ന് എറൈസ് ചെയ്യും, എന്നിട്ട് മിഡ് ലൈനിലേക്ക് മുകളിലോട്ടേക്ക് മിഡ് ലൈൻ ഭാഗത്തേക്ക് അത് പോയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിന് ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് എന്ന പേര് വന്നത്. ഇനി അടുത്തത് സെഗ്മെൻ്റൽ. ഈ സെഗ്മെൻ്റൽ എന്ന് പറയുന്നത് മുകളിൽ പറഞ്ഞ എല്ലാ മസിൽസിൻ്റെയും ഡീപ്പായിട്ട് വരുന്നതാണ് സെഗ്മെൻ്റൽ മസിൽസ്. മുകളിൽ പറഞ്ഞ 3 ഗ്രൂപ്പ് മസിൽസ്, ഡീപ്പ് ടു ദീസ് 3 മസിൽ ഗ്രൂപ്പ്സ് ആർ സ്മോൾ സെഗ്മെൻ്റൽ മസിൽസ് ദാറ്റ് എക്സ്റ്റെൻഡ് ബിറ്റ്വീൻ ദ സ്പൈനസ് പ്രോസസ് ഓർ ട്രാൻസ്വേഴ്സ് പ്രോസസ്. ഇതാ ഈ പിക്ചറിൽ കാണാം. ട്രാൻസ്വേഴ്സ് പ്രോസസ്സിൻ്റെയും സ്പൈനസ് പ്രോസസ്സിൻ്റെയും ഇടയിൽ സെഗ്മെൻ്റ് ആയിട്ടുള്ള മസിൽസിനെയാണ് നമ്മൾ സെഗ്മെൻ്റൽ മസിൽസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി സ്കെൽറ്റൽ സിസ്റ്റത്തിൻ്റെ അകത്ത് ട്രാൻസ്വേഴ്സ് പ്രോസസ്സും സ്പൈനസ് പ്രോസസ്സും എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് വേർട്ടിബ്രൽ കോളം പഠിക്കുമ്പോൾ. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ സ്കാലീൻ മസിൽസ്, അത് 3 ഉണ്ട്. അത് റൈറ്റ് സൈഡിലത്തെ പിക്ചറിൽ കാണിക്കുന്നുണ്ട് ക്ലിയർ ആയിട്ട്. ആൻറ്റീരിയർ സ്കാലീൻ, മിഡിൽ സ്കാലീൻ ആൻഡ് പോസ്റ്റീരിയർ സ്കാലീൻ. ഈ മിഡിൽ സ്കാലീൻ്റെ ആൻറ്റീരിയർ ഭാഗത്ത് വരുന്നതിന് ആൻറ്റീരിയർ സ്കാലീൻ എന്ന് പറയും. ആൻറ്റീരിയറിൻ്റെയും പോസ്റ്റീരിയറിൻ്റെയും നടുക്കായിട്ട് വരുന്നതിന് മിഡിൽ സ്കാലീൻ എന്നും, മിഡിൽ സ്കാലീൻ്റെ ബാക്കിലായിട്ട് വരുന്നതിന് പോസ്റ്റീരിയർ സ്കാലീൻ എന്നും പറയും. ഇനി ഇപ്പോൾ പറഞ്ഞതിൻ്റെ നോട്ട്സാണ്. ദ സ്പ്ലീനിയസ് മസിൽസ് അറൈസ് ഫ്രം ദ മിഡ് ലൈൻ ആൻഡ് എക്സ്റ്റെൻഡ് ലാറ്ററലി ആൻഡ് സുപ്പീരിയർലി ടു ദെയർ ഇൻസേർഷൻസ്. The erector spinae muscle group, consisting of the iliocostalis, longismus and spinalis muscles, arises either from the midline or more laterally but usually runs almost longitudinally with neither a significant lateral nor medial direction as it is traced superiorly. അടുത്തത് ദ മസിൽസ് ഓഫ് ദി ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് ഗ്രൂപ്പ്. അത് ഏതൊക്കെയാണ്? സെമി സ്പൈനാലിസ്, മൾട്ടിഫിഡസ് ആൻഡ് റൊട്ടേറ്റോസ്. അറൈസ് ലാറ്ററലി ബട്ട് എക്സ്റ്റെൻഡ് ടുവേർഡ്സ് ദ മിഡ് ലൈൻ ആസ് ദേ ആർ ട്രേസ്ഡ് സുപ്പീരിയർലി. നിങ്ങൾ ആ പിക്ചർ നോക്കിയിട്ട് തന്നെ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ആ ഗ്രൂപ്പായിട്ട് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഡീപ്പ് ടു ദീസ് 3 മസിൽസ്, ഈ ആദ്യം പറഞ്ഞ 3 മസിൽസിൻ്റെ ഡീപ്പായിട്ടാണ് സെഗ്മെൻ്റൽ മസിൽസ് കാണുന്നത്. ദാറ്റ് എക്സ്റ്റെൻഡ്സ് ബിറ്റ്വീൻ ദ സ്പൈനസ് പ്രോസസ് ഓർ ട്രാൻസ്വേഴ്സ് പ്രോസസ് ഓഫ് ദി വെർട്ടിബ്രേ. അതുപോലെ നിങ്ങളടുത്ത് ഒരു കാര്യം കൂടി പറഞ്ഞു തരാനുണ്ട്. ഇന്ന് നമ്മളിപ്പോൾ പഠിക്കുന്നത് വേർട്ടിബ്രൽ കോളത്തിന് മൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന നെക്ക് ആൻഡ് ബാക്ക് മസിൽസ് ആണ്. ഈ വേർട്ടിബ്രൽ കോളത്തിന് മൂവ് ചെയ്യാൻ നമ്മൾ മുന്നിൽ പഠിച്ച അബ്ഡോമിനൽ മസിൽസും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ് അബ്ഡോമിനൽ മസിൽസ്? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. റെക്ടസ് അബ്ഡോമിനിസ്, എക്സ്റ്റേണൽ ഒബ്ലിക്ക്, ഇൻറ്റേർണൽ ഒബ്ലിക്ക് ആൻഡ് ക്വാഡ്രാറ്റസ് ലംബോറം മസിൽസ്. ഈ പറഞ്ഞ അബ്ഡോമിനൽ മസിൽസ് എല്ലാം ഓൾസോ പ്ലേ എ റോൾ ഇൻ മൂവിങ് ദ വേർട്ടിബ്രൽ കോളം. പിന്നെ നെക്സ്റ്റ് എന്താ പറയുന്നത്? ദ ബാൻഡേജ് ലൈക്ക് സ്പ്ലീനിയസ് മസിൽസ് ആർ അറ്റാച്ച് ടു ദ സൈഡ് ആൻഡ് ബാക്ക് ഓഫ് ദ നെക്ക്. നമ്മളെ കഴുത്തിൻ്റെ ബാക്കിലും സൈഡിലുമായിട്ടുള്ള ബാൻഡേജ് ലൈക്ക് സ്പ്ലീനിയസ് മസിൽസ്, അത് 2 ഗ്രൂപ്പ് ഉണ്ട്. സ്പ്ലീനിയസ് ക്യാപിറ്റിസും സ്പ്ലീനിയസ് സെർവൈസിസും. ഞാൻ ഓൾറെഡി പറഞ്ഞു, ക്യാപിറ്റിസ് എന്ന് പറഞ്ഞാൽ ഹെഡ്, സെർവൈസിസ് എന്ന് പറഞ്ഞാൽ നെക്ക്. ദ 2 മസിൽസ് ഇൻ ദിസ് ഗ്രൂപ്പ് ആർ നെയിംഡ് ഓൺ ദി ബേസിസ് ഓഫ് ദിയർ സുപ്പീരിയർ അറ്റാച്ച്മെൻറ്റ്, അതായത് അതിൻ്റെ ഇൻസേർഷൻ. സ്പ്ലീനിയസ് ക്യാപിറ്റിസ് എന്ന് പറഞ്ഞാൽ ഹെഡ് റീജിയനിലും ആൻഡ് സ്പ്ലീനിയസ് സെർവൈസിസ് എന്ന് പറഞ്ഞാൽ സെർവൈക്കൽ റീജിയനിലും. ഇനി അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ എക്സ്റ്റെൻഡ് ദ ഹെഡ് ആൻഡ് ലാറ്ററലി ഫ്ലെക്സ് ആൻഡ് റൊട്ടേറ്റ് ദ ഹെഡ്. ഇപ്പോൾ പഠിച്ച എല്ലാ ഗ്രൂപ്പ് ഓഫ് മസിൽസിലും ഏറ്റവും ലാർജസ്റ്റ് മസിൽ മാസ് ഓഫ് ദി ബാക്ക് എന്ന് പറയുന്നത് ഇറക്ടർ സ്പൈനെയാണ്. ഇറ്റ് ഫോമിങ് എ പ്രോമിനൻറ്റ് ബൾജ് ഓൺ ദ ഐദർ സൈഡ് ഓഫ് ദ വെർട്ടിബ്രൽ കോളം. വെർട്ടിബ്രൽ കോളത്തിൻ്റെ 2 സൈഡിലും ഒരു ബൾജായിട്ട് നിൽക്കുന്ന ഒരു മസിലാണ് ഇറക്ടർ സ്പൈൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ചീഫ് എക്സ്റ്റൻഷന് ഹെൽപ്പ് ചെയ്യുന്ന ഓഫ് ദി വെർട്ടിബ്രൽ കോളം. ഇറ്റ് ഈസ് ദ ചീഫ് എക്സ്റ്റൻസർ ഓഫ് ദി വെർട്ടിബ്രൽ കോളം. ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഇൻ കൺട്രോളിങ് ഫ്ലെക്ഷൻ, ലാറ്ററൽ ഫ്ലെക്ഷൻ ആൻഡ് റൊട്ടേഷൻ ഓഫ് ദി വെർട്ടിബ്രൽ കോളം ആൻഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലംബാർ കർവ്. ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് വിചാരിക്കുന്നു. ഓൾറെഡി മുന്നിൽ ഞാൻ ഫ്ലെക്ഷൻ എന്താണ്, എക്സ്റ്റൻഷൻ എന്താണ്, ലാറ്ററൽ ഫ്ലെക്ഷൻ എന്താണ്, റൊട്ടേഷൻ എന്താണ് എന്നെല്ലാം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
പിന്നെ നമ്മളെ ലംബാർ കർവെല്ലാം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ലംബാർ കർവിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ഈ ഇറക്റ്റർ സ്പൈനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിന് 3 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഇലിയോ കോസ്റ്റാലിസ്, ലോങ്കിസ്മസ് ഗ്രൂപ്പ് ആൻഡ് സ്പൈനാലിസ് ഗ്രൂപ്പ്. ഈ ഓരോ ഗ്രൂപ്പിൻ്റെ അണ്ടറിലും 3 മസിൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ഇത് പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്. അതിൻ്റെ റീജിയൻ അനുസരിച്ചിട്ടാണ് അതിന് പേര് കൊടുത്തത്. ഇലിയോ കോസ്റ്റാലിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നത് ഇലിയോ കോസ്റ്റാലിസ് സെർവൈസിസ് സർവൈക്കൽ റീജിയനിൽ, ഇലിയോ കോസ്റ്റാലിസ് തൊറാസിസ് ചെസ്റ്റ് റീജിയനിൽ, ഇലിയോ കോസ്റ്റാലിസ് ലംബോറം ലോയിൻ റീജിയനിൽ, ലോയിൻ അല്ലെങ്കിൽ ലംബാർ റീജിയൻ. ലോങ്കിസ്മസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്നത് ലോങ്കിസ്മസ് ക്യാപിറ്റിസ്, ലോങ്കിസ്മസ് സെർവൈസിസ് ആൻഡ് ലോങ്കിസ്മസ് തൊറാസിസ്. എല്ലാത്തിൻ്റെയും റീജിയൻ ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ 3ാമത്തെ ഗ്രൂപ്പായ സ്പൈനാലിസ് ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ 3 എണ്ണം വരുന്നുണ്ട്. സ്പൈനാലിസ് ക്യാപിറ്റിസ്, സ്പൈനാലിസ് സെർവൈസിസ് ആൻഡ് സ്പൈനാലിസ് തൊറാസിസ്. അടുത്തത് ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ്. അതിനെന്തുകൊണ്ടാണ് ആ പേര് വന്നത്? ബിക്കോസ് ദിയർ ഫൈബേഴ്സ് റൺ ഫ്രം ദി ട്രാൻസ്വേഴ്സ് പ്രോസസ് ടു ദി സ്പൈനസ് പ്രോസസ് ഓഫ് ദി വെർട്ടിബ്രേ. Okay, the semi-spinalis muscles in this group are also named according to the region of the body with which they are associated. Semi-spinalis capitis, semi-spinalis cervicis and semi-spinalis thoracis. എല്ലാം ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദീസ് മസിൽസ് എക്സ്റ്റെൻഡ് ദ വെർട്ടിബ്രൽ കോളം ആൻഡ് റൊട്ടേറ്റ് ദ ഹെഡ്. അതിൻ്റെ ഫംഗ്ഷനാണ് പറയുന്നത്. എക്സ്റ്റെൻഡ് ദ വെർട്ടിബ്രൽ കോളത്തിൻ്റെ എക്സ്റ്റൻഷനും പിന്നെ ഹെഡ് റൊട്ടേറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഏത്? ഈ ട്രാൻസ്വേഴ്സോ സ്പൈനാലിസ് മസിൽസ്. ട്രാൻസ്വേഴ്സോ സ്പൈനാലിസിൽ 5 എണ്ണം ഉണ്ട്. ആദ്യത്തെ 3 എണ്ണമാണ് സെമി സ്പൈനാലിസ് ക്യാപിറ്റിസ്, സെമി സ്പൈനാലിസ് സെർവൈസിസ് ആൻഡ് സെമി സ്പൈനാലിസ് തൊറാസിസ് പറഞ്ഞിട്ടുള്ളത്. ഇനി 4ാമത്തെയും 5ാമത്തെയും മൾട്ടിഫിഡസും റൊട്ടേറ്റോസും. ഈ മൾട്ടിഫിഡസ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ പേര് പോലെ തന്നെ ഈ സെഗ്മെൻറ്റഡ് ഇൻറ്റു സെവറൽ ബണ്ടിൽസ്, മൾട്ടിപ്പിൾ ബണ്ടിൽസ്. ഇറ്റ് എക്സ്റ്റെൻസ് ആൻഡ് ലാറ്ററലി ഫ്ലെക്സസ് ദ വെർട്ടിബ്രൽ കോളം. അതായത് വെർട്ടിബ്രൽ കോളത്തിനെ ലാറ്ററലി എക്സ്റ്റെൻഡ് ചെയ്യാനും ഫ്ലെക്സ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഈ മൾട്ടിഫിഡസ് എന്ന് പറഞ്ഞ മസിൽ ഗ്രൂപ്പ്. ദിസ് മസിൽ ഈസ് ലാർജ് ആൻഡ് തിക്ക് ഇൻ ദ ലംബാർ റീജിയൻ, നമ്മളെ ലംബാർ ഭാഗത്ത്, ആൻഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ മെയിൻറ്റെയിനിങ് ദ ലംബാർ കർവ്. ഇതും ലംബാർ കർവിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ, ദ റൊട്ടേറ്റോസ് മസിൽസ് ഓഫ് ദിസ് ഗ്രൂപ്പ് ആർ ഷോർട്ട് ആൻഡ് ആർ ഫൗണ്ട് അലോങ് ദി എൻറ്റയർ ലെങ്ത് ഓഫ് ദി വെർട്ടിബ്രൽ കോളം. ഇതൊരു ഷോർട്ട് മസിലാണ്. വെർട്ടിബ്രൽ കോളത്തിൻ്റെ എൻറ്റയർ ലെങ്ത്തിൽ ഇതുണ്ട്. These small muscles contribute little to the vertebral movement but play important role in monitoring the position of the vertebral column. അത് വെർട്ടിബ്രൽ കോളത്തിൻ്റെ പൊസിഷനെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട് ഇതിന്. ആൻഡ് പ്രൊവൈഡിങ് പ്രോപ്രിയോസെപ്റ്റീവ് ഫീഡ്ബാക്ക് ടു ദ സ്ട്രോങ്ങർ വെർട്ടിബ്രൽ മസിൽസ്. സ്ട്രോങ്ങർ വെർട്ടിബ്രൽ മസിൽസിന് ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും അവസാനത്തെ 4ാമത്തെയും 5ാമത്തെയും ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് വിത്തിൻ ദ സെഗ്മെൻ്റൽ മസിൽ ഗ്രൂപ്പ്. 4ാമത്തെ സെഗ്മെൻ്റൽ മസിൽ ഗ്രൂപ്പിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻ്റർ സ്പൈനാലിസും ഇൻ്റർ ട്രാൻസ്വേഴ്സാരി മസിൽസും. ഇത് യുണൈറ്റ് ദ സ്പൈനസ് ആൻഡ് ട്രാൻസ്വേഴ്സ് പ്രോസസ് ഓഫ് ദി കോൺസിക്യൂട്ടീവ് വെർട്ടിബ്രേ. അടുത്തടുത്തുള്ള വെർട്ടിബ്രേൻ്റെ സ്പൈനസ് പ്രോസസ്സും ട്രാൻസ്വേഴ്സ് പ്രോസസ്സിനെയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന മസിൽസാണ് ഈ സെഗ്മെൻ്റൽ മസിൽ ഗ്രൂപ്പ്. ഏതെല്ലാം? ഇൻ്റർ സ്പൈനാലിസും ഇൻ്റർ ട്രാൻസ്വേഴ്സാരിയും. ദേ ഫങ്ഷൻ പ്രൈമർലി ഇൻ സ്റ്റെബിലൈസിങ് ദ വെർട്ടിബ്രൽ കോളം ഡ്യൂറിങ് ഇറ്റ്സ് മൂവ്മെൻറ്റ്. അതായത് മൂവ്മെൻറ്റിൻ്റെ സമയത്ത് വെർട്ടിബ്രൽ കോളത്തിന് സ്റ്റെബിലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് പ്രൊവൈഡിങ് ദ പ്രോപ്രിയോസെപ്റ്റീവ് ഫീഡ്ബാക്ക്. ഇതും അതേപോലെ തന്നെ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി ഏറ്റവും ലാസ്റ്റിലത്തെ സ്കാലിന്, അതിൽ ആൻറ്റീരിയർ സ്കാലിൻ, മിഡിൽ സ്കാലിൻ ആൻഡ് പോസ്റ്റീരിയർ സ്കാലിൻ വരും. മിഡിൽ സ്കാലിൻ ആൻറ്റീരിയറിൻ്റെയും പോസ്റ്റീരിയറിൻ്റെയും നടുക്ക് വരും. ആൻറ്റീരിയർ സ്കാലിൻ മിഡിൽ സ്കാലിൻ്റെ മുമ്പിൽ വരും. പോസ്റ്റീരിയർ സ്കാലിൻ മിഡിൽ സ്കാലിൻ്റെ ബാക്കിൽ വരും. ഈ മിഡിൽ സ്കാലിനാണ് ലോങ്ങസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ഓഫ് ദ സ്കാലിൻ മസിൽസ്. അതുപോലെ പോസ്റ്റീരിയർ സ്കാലിനാണ് സ്മോളസ്റ്റ് ഓഫ് ദി സ്കാലിൻ മസിൽസ്. ഇവരുടെ 3 ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദീസ് മസിൽസ് ഫ്ലെക്സ്, ലാറ്ററലി ഫ്ലെക്സ് ആൻഡ് റൊട്ടേറ്റ് ദ ഹെഡ് ആൻഡ് അസിസ്റ്റ് ഇൻ ഡീപ്പ് ഇൻഹലേഷൻ. ഡീപ്പ് ഇൻഹലേഷനും ഹെൽപ്പ് ചെയ്യും. ഇനി എപ്പോഴും പറയുന്നത് പോലെ ഇതിൻ്റെ ആക്ഷൻസ് അനുസരിച്ചിട്ട് മസിൽസിനെ അറേഞ്ച് ചെയ്ത് വെച്ച് പഠിക്കാം. അതുപോലെ ഈ ടേബിൾ നോക്കിയിട്ട് നല്ലപോലെ മനസ്സിലാക്കി വെക്കാം. ഒറിജിൻ, ഇൻസേർഷൻ, ആക്ഷൻ ആൻഡ് ഇന്നർവേഷൻ അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ മസിൽസിൻ്റെയും. ഇന്ന് പഠിച്ച എല്ലാ മസിൽസിൻ്റെയും ടേബിൾ 2 ടേബിളായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ. താങ്ക് യു.